നമസ്കാരം, പൊട്ടക്കണ്ണനാണേ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കേട്ട് കഴിയുമ്പോൾ എന്നെ തെറി പറയരുത്. കാരണം മറ്റൊന്നുമല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ അത് എന്നോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കക്ഷി നമ്മളുടെ അടുത്ത ആൾ തന്നെയാണ്, നമ്മളുടെ മന്ത്രി പി രാജീവാണ്. അദ്ദേഹത്തിൻ്റെ ചില വൈരുദ്ധാത്മിക ഭൗതികവാദം, അങ്ങനെയല്ലേ പറയുന്നത്, അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അതിനെ പിന്നൊന്ന് അടിച്ച് താഴോട്ടാക്കാൻ വലിയ പാടാണ്. പണ്ടത്തെ പെപ്സി കോളയുടെ പരസ്യത്തിൽ വരുന്ന മുടിയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കത്തില്ലേ, അതുപോലെ നിൽക്കുകയാണ്. അതാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത്. രണ്ട്, ഉൽപാദക ശക്തി ഉൽപാദന ബന്ധം. ഇവയുടെ നിലവാരത്താൽ നിർണയിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക അടിത്തറ. ഇത് വളരെ ആഴത്തിലുള്ളൊരു ആശയമാണ്. ഈ ആഴമാണ് പ്രശ്നം, മൊത്തം ആഴത്തിലാണ്. ഒരു കുന്തവും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ. ഒരു മിനിറ്റ്. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ, ഇതെന്താ സംഭവം? ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല. നിങ്ങളാണെങ്കിൽ അത് കേട്ടതിന്റെ അർത്ഥം ഒന്ന് കമന്റിൽ കുറിച്ച് തരണം കേട്ടോ. എന്തോ ചെയ്യുമെന്ന് പറ. പൊട്ടൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ടല്ലോ, മരപ്പൊട്ടൻ എന്ന് കേൾക്കുന്ന ഇതുപോലെയാണ്. കാരണം മരപ്പൊട്ടൻ അല്ല, കാരണം അയാൾ ബുദ്ധിമാനാണ്. ഈ പറയുന്ന ഒന്നും കേൾക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാകരുത് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് അങ്ങേര് ഇങ്ങനെ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇല്ല, പോട്ട് കോപ്പ്. അതാണ് ഇവരുടെ വൈരുദ്ധാത്മിക ഭൗതിക ശരീരമോ എന്തോ എന്താണല്ലോ അത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. പൊട്ടക്കണ്ണനാണേ.